ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സൈബർ സെക്യൂരിറ്റിയുടെ കീഴിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഒതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും ഇത് രണ്ട് പ്രോസസ്സാണ്. ജനറലി ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആയി വരുന്ന രണ്ട് ടേംസ് ആണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നോക്കാം. ആദ്യം നമുക്ക് ഒതന്റിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒരു യൂസറുടെ ഐഡന്റിറ്റിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ. നമുക്കൊരു കമ്പനി കൺസിഡർ ചെയ്യാം. സാധാരണ ഈ കമ്പനിയിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ഇത് പരിശോധിക്കാനായിട്ട് നമ്മൾ കമ്പനിയിൽ ഒരു സെക്യൂരിറ്റീനെ പ്രൊവൈഡ് ചെയ്യും. ഈ സെക്യൂരിറ്റി ആയിരിക്കും ഓരോ ആളുകളെയും അത് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് ആ കമ്പനിയിലേക്ക് കടത്തിവിടുന്നത്. ഇനി പുതിയൊരാൾ വരികയാണെങ്കിൽ തന്നെ ആ സെക്യൂരിറ്റി അയാളുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കമ്പനി എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് കമ്പനിയുടെ ഉള്ളിലേക്കുള്ള അനുവദിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരു ഫേക്ക് പേഴ്സണായിട്ട് കരുതുകയും കമ്പനിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഡിനേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി മെക്കാനിസം വെച്ചിട്ട് ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ മാത്രം ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് കടത്തിവിടുന്നതിനെയാണ് നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് അത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് കറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള പെർമിഷൻ കിട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾ അടിച്ചു കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പാസ്വേഡും യൂസർ നെയിമും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറാണ്. ഇങ്ങനെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറിന് മാത്രമാണ് ഒരു ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അടുത്തത് നീഡ്സ് ഓഫ് ഒതന്റിക്കേഷൻ ആണ്. ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള യൂസർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് കയറുന്ന സമയത്ത് ഈ യൂസേഴ്സിന്റെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഓൺലൈൻ ബാങ്കിങ് ആപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ യൂസേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ യൂസറിന് അവരുടെ ഒതന്റിക്കേഷൻ ഉറപ്പുവരുത്താനായിട്ട് ഇങ്ങനെയുള്ള യൂസർ നെയിമോ പാസ്വേഡോ പിൻ നമ്പറോ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത നീഡ് എന്ന് പറയുന്നത് ഡാറ്റ സെക്യൂരിറ്റിയാണ്. ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ചില ഡാറ്റകൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഡാറ്റകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണെങ്കിൽ പേഷ്യൻസിന്റെ മെഡിക്കൽ ഇൻഫോർമേഷൻസ്, അവർ മെഡിക്കൽ റെക്കോർഡ്സ്, ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട രേഖകളാണ്. അപ്പോൾ ഇതിലേക്കുള്ള പെർമിഷൻ എന്ന് പറയുന്നത് ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നതോ അത് വ്യൂ ചെയ്യാൻ പറ്റുന്നതോ ഒക്കെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനായിരിക്കണം. ഇതിലുള്ള ഒതന്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സോ നഴ്സോ ഹെഡ് നഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിലേക്കുള്ള പെർമിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കാനും നമുക്ക് ഒതന്റിക്കേഷൻ മെക്കാനിസം യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഓതറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ഓരോ യൂസേഴ്സിനും ഓരോ റോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് റോളാണ് ഉള്ളത് എന്നതാണ് ഓതറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ വ്യൂ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അതിൽ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുക്കാം. ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ 3 ടൈപ്പ് യൂസേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: അഡ്മിന്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്. ഇതിൽ ടീച്ചേഴ്സ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന്റെ മാർക്ക് എൻ്റർ ചെയ്യാനും സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് എൻ്റർ ചെയ്യാനും ഒക്കെയുള്ള പെർമിഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ടീച്ചേഴ്സിന് മാത്രമുള്ള പെർമിഷനാണ്. ഇനി സ്റ്റുഡൻസ് ലോഗിൻ ചെയ്ത് കയറുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രേഡ്, അറ്റൻഡൻസ് തുടങ്ങിയ കാര്യങ്ങൾ വ്യൂ ചെയ്യാനുള്ള പെർമിഷനാണുള്ളത്. കാരണം സ്റ്റുഡൻസിന് നമുക്ക് അവരുടെ മാർക്ക് തിരുത്താൻ
തിരുത്താനോ അല്ലെങ്കിൽ അറ്റൻഡൻസ് തിരുത്താനോ ഉള്ള പെർമിഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതായിരിക്കും ഇവിടെ സ്റ്റുഡൻസിന്റെ റോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കയറുന്ന രണ്ട് യൂസേഴ്സിന്റെ കാര്യങ്ങൾ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഇവിടെ അഡ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ റോളും സ്റ്റുഡൻസിന്റെ റോൾസും അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അഡ്മിൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ആപ്ലിക്കേഷനിലെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞ മെക്കാനിസം. അടുത്തതായിട്ട് നമുക്ക് നീഡ്സ് ഓഫ് ഓതറൈസേഷൻ നോക്കാം. ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ അനുസരിച്ചിട്ട് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള പ്രത്യേക റോൾസ് ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റുഡൻസിന് അവരുടെ അറ്റൻഡൻസ് തിരുത്താനോ അല്ലെങ്കിൽ മാർക്ക് തിരുത്താനോ അങ്ങനെയുള്ള പെർമിഷൻസ് ഒന്നും നമ്മൾ കൊടുക്കില്ല. അവർക്ക് ഓൺലി വ്യൂ ചെയ്യാനുള്ള പെർമിഷൻസ് മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ ടീച്ചേഴ്സിനാണെങ്കിൽ അത് എൻട്രി ചെയ്യാനും അതിനുള്ള പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം ആക്സസ് കൊടുക്കുന്ന പ്രോസസ്സാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് നമ്മൾ സ്റ്റുഡൻസിന് മാർക്കുകൾ വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ സ്റ്റുഡൻസിന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എടുത്തു നോക്കാനുള്ള ആക്സസ് ഇല്ല. അപ്പോൾ ഇത് ആ ആപ്ലിക്കേഷന്റെ തന്നെ ഡാറ്റനെ സെക്യൂർ ആക്കുകയും അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓതറൈസേഷൻ എന്താണെന്നാണ് നോക്കിയത്. അപ്പോൾ ഇതിനെ കുറിച്ച് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു നമ്മളിന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.